ശരി, ശരണ്യ തുടരുക. വിവരങ്ങളുമായി ടോം കുര്യാക്കോസും ചേരുന്നു. ടോം, പിടിയിലായത് കുറുവാ സംഘത്തിലെ ആളുകൾ തന്നെയാണെന്ന് പോലീസ് ഉറപ്പിച്ച് പറയുന്നുണ്ടോ? ഒരിക്കലും ആ രീതിയിൽ കരുതാൻ കഴിയില്ല. ഇത് കുറുവാ സംഘമാണ് എന്ന് ഒരു കാരണവശാലും പോലീസ് സ്ഥിരീകരിക്കുന്നില്ല. കാരണം നമുക്കറിയാം, ആലപ്പുഴയിലും എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിലുമായി വലിയ രീതിയിൽ ഭീതി പരത്തിയ സംഘം, ആ സംഘത്തെ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ അന്വേഷണം നടന്നത്. പ്രത്യേകിച്ചും മണ്ണഞ്ചേരി പോലീസ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം രണ്ടുപേരെ പിടികൂടുന്നു. അതിൽ ഒരു സന്തോഷ് രക്ഷപ്പെടുന്നു. സന്തോഷ് പിടിയിലായി. സന്തോഷിന്റെ ഭാര്യയും അമ്മയും ചേർന്നാണ് ഈ പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. അതിനുശേഷം സന്തോഷിന് വേണ്ടി കഴിഞ്ഞ 4 മണിക്കൂറോളമായി കുണ്ടന്നൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോലീസ് വ്യാപകമായി തെരച്ചിൽ നടത്തുകയായിരുന്നു. അതിനിടെയാണ് അല്പസമയം മുൻപ് സന്തോഷ് മണ്ണഞ്ചേരി പോലീസിന്റെ പിടിയിലാകുന്നത്. സന്തോഷിനെയും കൂടെ പിടിയിലായ മണികണ്ഠനെയും മണ്ണഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്ത് ആലപ്പുഴയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. വിശദമായി ചോദ്യം ചെയ്യുകയാണ്. നേരത്തെ ശരണ്യ സ്നേഹജൻ സൂചിപ്പിച്ചതുപോലെ ഈ കുണ്ടന്നൂരിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഈ സംഘം, ഈ സന്തോഷും കുടുംബവും ഈ നാടോടി സ്ത്രീകൾക്കൊപ്പം അവിടെ താമസിച്ചിരുന്നു എന്ന ചില സൂചനകൾ നമുക്ക് അവിടെ പ്രാദേശികമായി അവിടുത്തെ നാട്ടുകാരിൽ നിന്നും ലഭ്യമായിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ചാണ് നിലവിൽ പോലീസിന്റെ അന്വേഷണവും. കാരണം അതുകൊണ്ടാണ് ഈ കുറുവാ സംഘങ്ങളുടെ ഒരു പൊതുവായിട്ടുള്ള രീതി നമ്മൾ വിശദമായി പരിശോധിച്ചിട്ടുള്ളതാണ്. ഒരു സ്ഥലത്ത് അവർ സ്ഥിരമായി താമസിക്കാറില്ല, അവർ വാഹനങ്ങളിൽ സഞ്ചരിക്കാറില്ല, മൊബൈൽ ഫോൺ ഉപയോഗിക്കാറില്ല, നടന്നാണ് ഓരോ സ്ഥലങ്ങളിലേക്കും പോകുന്നത്. ഒരു സ്ഥലത്ത് കുറച്ചുനാൾ നിന്ന് അവിടെ മോഷണം നടത്തി പിന്നീട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതാണ് രീതി. പക്ഷേ നിലവില് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന മണ്ണഞ്ചേരി പോലീസിന്റെ പിടിയിലായിരിക്കുന്ന സന്തോഷ് കുറെ നാളുകളായി, ഏതാനും മാസങ്ങളായി കുണ്ടന്നൂർ പാലത്തിന്റെ അടിയിൽ കുടുംബസമേതം ഉണ്ടായിരുന്നു എന്നാണ് നിലവിൽ ലഭ്യമായിരിക്കുന്ന വിവരം. ഇയാൾ ഈ സമീപ പ്രദേശങ്ങളിൽ ഒരു നാട്ടുകാർക്ക് ഉൾപ്പെടെ വലിയ ശല്യമായിരുന്നു. സ്ഥിരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുക, അവിടുത്തെ ആളുകളുമായി സംഘർഷം ഉണ്ടാക്കുക. മാത്രമല്ല ഈ ഏതാനും അടുത്തിടെ കൊച്ചിയിലെ ഒരു കുപ്രസിദ്ധ ഗുണ്ടാ ഗ്യാങ്ങുമായി ഈ സന്തോഷും സംഘവും ചില സംഘർഷത്തിൽ ഏർപ്പെട്ടിരുന്നു. അതിനുശേഷം മദ്യപിച്ച് അവിടുത്തെ ബാറില്, വൈറ്റിലയിലുള്ള ഒരു പ്രധാനപ്പെട്ട ബാറില് സന്തോഷത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു എന്ന ചില സൂചനകളൊക്കെ ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് കുറുവാ സംഘമാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ ഇപ്പോഴും കഴിയാത്തത്. മാത്രമല്ല, നേരത്തെ നമ്മൾ കരുതിയിരുന്നത് ആലപ്പുഴയിലെത്തിയ അതേ സംഘം തന്നെയാകാം പറവൂരിലും, എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിലും എത്തിയതെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ലഭ്യമായിരുന്ന ചില സൂചനകൾ. പക്ഷെ അതുമല്ല, ആ രീതിയിലുള്ള സാധ്യതകളും പോലീസ് തള്ളുന്നുണ്ട്. കാരണം 2 CCTV ദൃശ്യങ്ങളും പരിശോധിച്ചപ്പോഴാണ് സമാന സ്വഭാവമുള്ള, സമാന രീതിയിലുള്ള കവർച്ചാ ശ്രമമായിരുന്നു വടക്കൻ പറവൂരിലും ആലപ്പുഴയിലെ മണ്ണഞ്ചേരി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ നടന്നതെന്നായിരുന്നു നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ നിലവിൽ പിടിയിലായ ഈ സന്തോഷും മണികണ്ഠനും രണ്ടുപേരുടെയും പുറത്തു വന്നിരിക്കുന്ന ആ ദൃശ്യങ്ങളിൽ നിന്നും ചിത്രങ്ങളിൽ നിന്നുമൊക്കെ ഇത് പറവൂരിലെത്തിയ സംഘമല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ തന്നെ കഴിയും. കാരണം അവിടുത്തെ CCTV ദൃശ്യങ്ങളിലുള്ളത് മറ്റ് 2 പേരാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിലും ഇതേ കുറുവാ സംഘത്തിന്റെ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ കുറുവാ സംഘം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ മറ്റേതെങ്കിലും സംഘം അവിടെ കവർച്ചയ്ക്ക് എത്തിയതാകാം എന്നൊരു സൂചനയുണ്ട്. മാത്രമല്ല, ഈ ആലപ്പുഴ മണ്ണഞ്ചേരിയിലെ മോഷണം നടത്തിയ ആ 2 അംഗ സംഘം ഇപ്പൊ പിടിയിലായിരിക്കുന്ന സന്തോഷും മണികണ്ഠനുമാണോ എന്ന കാര്യത്തിൽ പോലും ചില സംശയമുണ്ട്. കാരണം അത് കൃത്യമായും പോലീസിന്റെ അന്വേഷണത്തിൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. പക്ഷെ പോലീസിനെ സംബന്ധിച്ച് ഈ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. അതുകൊണ്ട് പ്രതികളെ പിടികൂടാൻ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ആ രീതിയിൽ ഒരു പരിശോധനയുടെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സന്തോഷിനെയും സുഹൃത്തിനെയും പിടികൂടിയതാണോ എന്ന ഒരു സംശയം കൂടി നമുക്ക് ബലപ്പെടുന്നുണ്ട്. പക്ഷേ എന്തായാലും പോലീസ് വിശദമായി സന്തോഷിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ചോദ്യം ചെയ്ത് ആ സമയത്ത് ഈ മണ്ണഞ്ചേരിയിലും സമീപ പ്രദേശങ്ങളുമായി ഒക്ടോബർ അവസാനവും ഈ നവംബർ മാസത്തിൽ ആദ്യം ദിവസങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ അവിടെ ഈ കവർച്ചാ പരമ്പരയ്ക്ക് ശ്രമം നടത്തിയത് ഈ സന്തോഷ് തന്നെയാണോ എന്ന് കണ്ടെത്തണമെങ്കിലും ആ സമയം സന്തോഷ് അവിടെ ഉണ്ട് എന്ന്
ബോധ്യമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ വ്യക്തമാകുന്ന രീതിയിൽ എന്തെങ്കിലും തെളിവുകൾ, സൂചനകൾ ലഭ്യമാകണം. പക്ഷെ നിലവിൽ പോലീസ് ആ രീതിയിൽ തന്നെയാണ് സന്തോഷ് ആകാം അവിടെ മോഷണം നടത്തിയതെന്ന സൂചന അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയത്. കാരണം കഴിഞ്ഞ കുറെ നാളുകളായി ഈ കുണ്ടന്നൂരില് സന്തോഷും കുടുംബവും താമസിച്ചിരുന്നു. നിരവധി ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. പല മോഷണ കേസുകളിലും ഇവർക്ക് പങ്കുണ്ട് എന്ന സംശയവും പോലീസിനുണ്ട്. ടോം, അതുപോലെ തന്നെ കുറുവാ സംഘത്തിലെ അല്ല എന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിലും ഇനി എന്തൊക്കെയായിരിക്കും പോലീസിന്റെ മുന്നോട്ടുള്ള അന്വേഷണം? ഏത് രീതിയിലായിരിക്കും അന്വേഷണം പോകുക? ഒരിക്കലും പോലീസ് ഇത് കുറുവാ സംഘമാണോ അല്ലയോ എന്ന് പോലീസ് ഇപ്പോഴും സ്ഥിരീകരിക്കുന്നില്ല. ആണെന്നും പറയുന്നില്ല, അല്ലെന്നും പറയുന്നില്ല. കാരണം ചില സൂചനകളാണ്. നിലവില് സന്തോഷ് മണികണ്ഠനും പിടിയിലായിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഇവർ കുണ്ടന്നൂരിൽ ദീർഘനാളായി താമസിച്ചിരുന്നവരാണ്. അവരുടെ ഈ സ്വഭാവ രീതി, മോഷ്ടത്തിന്റെ സ്വഭാവ രീതി വെച്ചാണ് പോലീസിന്റെ ഒരു അനുമാനം ഇത് കുറുവാ സംഘമായിരിക്കാമെന്ന്. പക്ഷെ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ കുറുവാ സംഘങ്ങളുടെ ഒരു മോഷ്ട രീതി തന്നെ ഈ അവരുടെ ഒരു ജീവിത രീതി ഇങ്ങനെയല്ല. അവരൊരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കാറില്ല. പക്ഷേ അങ്ങനെ ഒരു കേരളം അല്ലെങ്കിൽ കൊച്ചിയും സമീപ പ്രദേശങ്ങളും മോഷണത്തിന് പറ്റിയ ഇടങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് ഇവിടെ തമ്പടിച്ച് ഒരുപക്ഷെ മോഷണം നടത്തുന്ന ഒരു സംഘം, ഒരു തിരുട്ട സംഘം ആകാം. അത് കുറുവാ സംഘം ആണ് എന്ന് സ്ഥിരീകരിക്കുന്നില്ലെങ്കിൽ പോലും ആ രീതിയിലുള്ള സൂചനകൾ, സാധ്യതകൾ പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം നമുക്കറിയാം, ഈ കൊച്ചിയിലും എറണാകുളം ജില്ലയിലെ കൊച്ചിയിലെ വൈറ്റില, കുണ്ടന്നൂർ പാലങ്ങളുടെ മേൽപ്പാലങ്ങളുടെയൊക്കെ താഴെ ഭാഗം വന്ന് നോക്കിയാൽ നമുക്ക് വ്യക്തമാകാൻ കഴിയും. അവിടെ ഇതര സംസ്ഥാനക്കാർ, നാടോടികൾ ഒക്കെ തമ്പടിക്കുന്ന, രാത്രി സമയങ്ങളിൽ തമ്പടിക്കുന്ന സ്ഥലമാണ്. കൊച്ചി മെട്രോയുടെ പില്ലറിന് താഴെ ഈ ഇതുപോലുള്ള നാടോടികളും ഇതര സംസ്ഥാനക്കാരും രാത്രി സമയങ്ങളിൽ അവിടെയാണ് താമസിക്കുന്നത്. പലപ്പോഴും പോലീസിന്റെ കൺമുന്നിൽ ഇതുപോലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, അക്രമ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും പോലീസ് കണ്ണടച്ചിരിക്കുന്നു, പോലീസ് നടപടി സ്വീകരിക്കുന്നില്ല. അത് പലപ്പോഴും നമ്മൾ ന്യൂസ് 18 ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടും പോലീസ് ചെറുവീടിൽ പോലും അനക്കിയിരുന്നില്ല. ഒടുവില് ഇത് വലിയൊരു ശല്യമായി മാറുകയും നാട്ടുകാരെ ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക് സാഹചര്യം പോവുകയും ചെയ്തതോടുകൂടിയാണ് പോലീസിന് ഈ പ്രതികളെ പിടികൂടാൻ പോലീസ് നിർബന്ധിതരായത്. എന്തായാലും താൽക്കാലികമായ ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് ഈ രണ്ടംഗ സംഘം പിടിയിലായത്. അതുപോലെ തന്നെ ശരണ്യ, ആലപ്പുഴയുടെ വടക്കൻ മേഖലകളിൽ 2 ആഴ്ചയോളമായി മുഖംമൂടി സംഘം വിലസുകയാണ്. 10-ലേറെ വീടുകളിൽ കള്ളൻ കയറുകയും ചെയ്തിരുന്നു. 2 ആഴ്ചക്കിടെ മണ്ണഞ്ചേരിയിലെ 4 വീടുകളിലാണ് മോഷണം നടന്നത്. ഇവർ തന്നെയാണ് ആ മോഷണം നടത്തിയത് എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുമോ? പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ കുറുവാ സംഘത്തിലെ എന്ന് കരുതുന്ന പ്രതിയാണ് പിടിയിലായത്. ടോം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ടോം, ആലപ്പുഴയുടെ വടക്കൻ മേഖലകളിൽ 2 ആഴ്ചയോളമായി ഇത്തരത്തിലുള്ള മോഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇവർ തന്നെയാണ് നടത്തിയത് എന്ന് കരുതാൻ സാധിക്കുമോ? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. കാരണം ഒരു കാരണവശാലും ഈ സംഘം തന്നെയാണ് മോഷണം നടത്തിയതെന്ന് ഇപ്പോഴും പോലീസ് സ്ഥിരീകരിക്കുന്നില്ല. നിലവില് പിടിയിലായ സന്തോഷും മണികണ്ഠനും ഇവർ നിരവധി അക്രമ കേസിലെ, മോഷണ കേസുകളിലെ പ്രതികളാണ് എന്ന സൂചനകളുണ്ട്. പക്ഷേ ആലപ്പുഴയിലെത്തിയ മോഷണ സംഘം, ഈ മോഷ്ടാക്കൾ, അവർ ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ഈ സന്തോഷും മണികണ്ഠനുമായി ബന്ധമുള്ളവരാകാം. കാരണം ദീർഘനാളായി കൊച്ചിയിലും സമീപ പ്രദേശങ്ങളിലും താമസിച്ച് ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണ്. വലിയൊരു സംഘം തന്നെ ഈ പ്രദേശങ്ങളിലുണ്ട്. ഒരുപക്ഷെ ആ ഒരു സൂചനകളുടെ അടിസ്ഥാനത്തിലാകാം പോലീസ് ഈ സന്തോഷിനെ പിടികൂടിയത്. പക്ഷേ സന്തോഷ് പോലീസിനെ കണ്ടപ്പോൾ ഓടിയതാണ് ഇവരെ സംബന്ധിച്ച് ചില സംശയങ്ങൾ ജനിപ്പിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ് സന്തോഷ് ഇതിനൊരു ക്രിമിനൽ പശ്ചാത്തലം ഉള്ളത് കൊണ്ടാണോ ഓടിയത്? എന്തായാലും പോലീസ്, മണ്ണഞ്ചേരി പോലീസിനെ സംബന്ധിച്ച് ഈ 2 പേരെ പിടികൂടാൻ കഴിഞ്ഞത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. കാരണം വലിയ രീതിയിൽ ആക്ഷേപങ്ങൾ നേരിട്ടിരുന്നു. പോലീസ് എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇത്രയും ഭീതിയിൽ കഴിയുമ്പോൾ ഈ കുറുവാ സംഘത്തെ ഇതുവരെയും പിടികൂടാത്തത് എന്ന കാര്യത്തില് നാട്ടുകാർക്ക് വലിയ ആക്ഷേപമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ 2 അംഗ സംഘത്തെ പിടികൂടിയത് പോലീസിനെ സംബന്ധിച്ച് ആശ്വാസകരമെന്ന് പറയുന്നത്. പക്ഷെ അതും ഒരു കാര്യം ഉറപ്പിക്കാറായിട്ടില്ല. ഇവർ തന്നെയാണോ ആലപ്പുഴയിൽ മോഷണം നടത്തിയതെന്ന്, ഇവർ കുറുവാ സംഘത്തിൽപ്പെട്ടവരാണോ? ഇക്കാര്യം പൂർണ്ണമായും സ്ഥിരീകരിക്കാനും കഴിഞ്ഞിട്ടില്ല.